സമരമുഖത്ത് അത്രമേൽ കലുഷിതമായിരുന്നില്ല പ്രതിപക്ഷം. എന്നാൽ കരിങ്കൊടി പ്രതിഷേധങ്ങളിൽ പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് നടപടിയിൽ കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചിറങ്ങി. ഇനി തെരുവിൽ തല്ലുകൊള്ളാൻ ഞങ്ങളില്ല, ഞങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. പിന്നാലെ പോലീസ് ആസ്ഥാനം ഉപരോധിക്കാൻ തീരുമാനം. കെ സുധാകരൻ, വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ പോലീസ് ആസ്ഥാനത്ത് കോൺഗ്രസിന്റെ സമരവേദിയിലേക്ക്. പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോൾ അസാധാരണമായ പോലീസ് നടപടി. വേദിയിലേക്ക് ജലപീരങ്കിയും വേദിക്ക് തൊട്ടു പിന്നിൽ ഗ്രനേഡ് പ്രയോഗവും. പിന്നാലെ പ്രവർത്തകരും പോലീസും തമ്മിൽ തെരുവ് യുദ്ധം. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് KPCC അധ്യക്ഷനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. പിന്നാലെ സമരമുഖം കലുഷിതമാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വെല്ലുവിളി. ഇനി ആ ധൈര്യം കൊണ്ട് ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഗേറ്റ് തുറന്നു കിടക്കുക, അകത്തോട്ടൊന്ന് കേറി നോക്കട്ടെ, നമുക്ക് കാണാം. കേസിൽ ഒന്നാം പ്രതിയായി പ്രതിപക്ഷ നേതാവ്. പിന്നാലെ നാലാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റും. തുടങ്ങിയിട്ടേ ഉള്ളൂ, വിജയം കാണാൻ പോകുന്നതേ ഉള്ളൂ, വിജയം കാണാൻ പോകുന്നതേ ഉള്ളൂ. സമരം ചെയ്യാൻ ഒരു പ്രശ്നമില്ല. രാഹുലിന്റെ അറസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് അടങ്ങിയിരുന്നില്ല. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് തെരുവിലിറങ്ങി. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഷാഫിയെ ഒന്നാം പ്രതിയാക്കി കേസും. ബാക്ക് ഫൂട്ടിൽ നിന്ന കോൺഗ്രസ് ബഹുദൂരം ഫ്രണ്ട് ഫൂട്ടിലേക്ക് മാറിയ ദിനങ്ങൾ. അടുത്ത ബുധനാഴ്ച ജാമ്യം പരിഗണിക്കും വരെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം.